വീട്ടിലുള്ളവരെയും കൂട്ടുകാരെയും എല്ലാം കൊണ്ടുവന്ന് കാണിച്ചിട്ട് അഹഹാന്ന് ചിരിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. മനസ്സിലായോ? ഇപ്പം അതുപോലെ തന്നെ വീട്ടിലുള്ളവരെ കാണിച്ച് അവരുടെ മൈൻഡിനെ മാനസിക വിഭ്രാന്തിയിലേക്ക് എത്തിക്കാനുള്ളൊരു പ്രവണത ഇവിടെയുള്ളവർ കാണിക്കുമായിരുന്നു. കുളക്കട എന്ന് പറയുന്ന ദേശത്തുള്ളവർ, അതുപോലെ ആ ദേശം മാത്രമല്ല പലരും, എവിടെയൊക്കെ എനിക്ക് ശത്രുക്കളായിട്ട് അവർ അവരുടെ മനസ്സിൽ കരുതി വെച്ചോ, കുളക്കട ദേശത്തുള്ള ആളുകളെ മാത്രമല്ല പറയുന്നത്, അങ്ങ് ദൂരെ ഇടങ്ങളിൽ അങ്ങ് 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 ഉഗാണ്ടയിലും ആഫ്രിക്കയിലും അവിടെയല്ല ഇവിടുന്ന് വണ്ടി കയറി പോയവർ അവിടെ ചെന്ന് ജോലി ചെയ്തുകൊണ്ട് എനിക്കിട്ട് പണിയാൻ നിന്നവരുണ്ട്. അപ്പം ഇവരൊക്കെ ഇത്തരം നെഗറ്റീവ് ഇങ്ങനെ ഞാൻ പറയുന്നത് കേൾക്കില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ ആരും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കില്ല. എന്നിട്ട് ഈ നെഗറ്റീവ് കമൻറ്റുകൾ മാത്രം എടുത്ത് ആളുകളെ കാണിക്കുകയും കേൾപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ കമൻറ്റ് വായിച്ച് ഓരോരുത്തരുടെ നെഗറ്റീവ് അവരുടെ തലച്ചോറിൽ സേവ് ചെയ്തിങ്ങനെ വയ്ക്കുക. ഇപ്പോഴാണെങ്കിൽ അതിൽ വരുന്ന പോസിറ്റീവ് കമൻറ്റ് എൻ്റെ നാട്ടിലുള്ളവർക്ക് എൻ്റെ സഹോദരൻ എന്ന് പറയുന്ന വ്യക്തിയെ കാണിക്കേണ്ട, സുൽത്താൻ എന്ന് പറയുന്ന വ്യക്തിയെ കാണിക്കേണ്ട, എൻ്റെ കൂട്ടുകാരെന്ന് പറയുന്ന വ്യക്തിയെ കാണിക്കേണ്ട, അമ്മ എന്ന് പറയുന്ന വ്യക്തിയെ കാണിക്കേണ്ട, ചാച്ചൻ എന്ന് പറയുന്ന വ്യക്തിയെ കാണിക്കേണ്ട, എന്നോട് കൂട്ടുകൂടി നിന്നവരെ ആരെയും പോസിറ്റീവ് കമൻറ്റ് വന്നപ്പോൾ ആർക്കും കാണിക്കേണ്ട. പറ മോനെ, എന്തോനെ മുറിച്ചോ? ഒന്നും ചെയ്യത്തില്ല കണ്ണ. സെൽഫിയോ? അതിനെന്താ മോൻ അവിടെ ഒന്നും ചെയ്യത്തില്ല കണ്ണ. ഇവിടെ മരം മുറിക്കാനായിട്ടൊരു കുട്ടി വന്നു. അമ്മോന് ഞാൻ സെൽഫി എടുത്തിട്ട് ഇത് ലൈവാക്കണ്ട കേട്ടോ. അതുകൊണ്ട് ഇതിനകത്തിൽ ഒത്തിരി ആളുകളുണ്ട്, ഞാൻ അവരോട് പറഞ്ഞിട്ടൊന്ന് വരും. അപ്പോൾ ഒരു പോസിറ്റീവ് കമൻറ്റ് വരുമ്പോൾ ആരെയും കാണിക്കണ്ട. വീട്ടുകാരെ കാണിക്കണ്ട, നാട്ടുകാരെ കാണിക്കേണ്ട, അയൽവക്കക്കാരെ, എന്നെ മുഷിപ്പ് പറയുന്ന ഒരാളെയും കാണിക്കേണ്ട. പോസിറ്റീവ് കമൻറ്റ് പറയുമ്പോൾ ഇനി വന്നേ ഇനി വന്നേ നിൻ്റെ മോളെക്കുറിച്ച് ആളുകളാണ്ട് ഇത് പറയുന്നുണ്ടോ നല്ലൊരു വാക്ക് പോലും പറയുന്നില്ല ഇത് ഇങ്ങനെ പറയുന്നുണ്ടോ എന്ന് പറയും. മനസ്സിലായോ? ഇതാണ് നാട്ടുകാർ എന്ന് വെച്ചാൽ ഇവിടെയുള്ളവർ മാത്രമല്ല, എല്ലാ നാട്ടിലും ഇത് തന്നെയാണ്. നമ്മൾ കുറ്റം പറയുന്നത് ആളുകൾക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ഒരു വെട്ടമെങ്കിലും ആരെങ്കിലും നല്ലതെന്ന് പറയുമ്പോൾ അവരുടെ നെഞ്ച് കിടന്ന് പടപടാന്നിരിക്കും. അയ്യോ അവളെപ്പറ്റി നല്ലത് പറഞ്ഞു, അയ്യോ നല്ലത് പറയുന്നു, എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കാം. ഇതെല്ലാം മനുഷ്യൻ്റെ മനസ്സിൽ, ഇതൊക്കെ എനിക്കറിയാം. ഞാനിതെല്ലാം മനസ്സിലാക്കി വന്ന ഒരാളാണ്. മനസ്സിലായോ? കുട്ടി മൊബൈൽ എടുക്കാൻ പോയി. വരട്ടെ.